എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാളെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്ന തെലുങ്കിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അല്ലു അർജുൻ നായകനെത്താൻ പോകുന്ന പുഷ്പ ദി റോൾ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനും ചിത്രത്തിന്റെ ബഡ്ജറ്റും അതുപോലെ തന്നെ ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സും ചിത്രത്തിന്റെ ബ്രേക്ക് ഇവന്റ് സ്റ്റാറ്റസ് എന്നീ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. സുകുമാറിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനാക്കി ഡിസംബർ 5 തീയതി നാളെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വലിയ സിനിമയാണല്ലോ പുഷ്പ 2. നിലവിൽ വമ്പൻ ഹൈപ്പോടെ വമ്പൻ പ്രൊമോഷനോടെ വലിയ പ്രതീക്ഷകളോടെയാണ് ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്നത്. ഇപ്പോൾ ഇതാ പുഷ്പ 2 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആദ്യം തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് വൈകിട്ട് വരെയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ 3 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇന്ന് വൈകിട്ട് 3 വരെയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 130 കോടിയിലേക്ക് എത്തപ്പെട്ടിരുന്നു. എന്നാൽ അല്പം മുമ്പ് ഇന്ന് വൈകിട്ട് 6 മണിയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 140 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ ചിത്രം 150 കോടിയും കടന്ന് 200 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ ചിത്രത്തിന്റെ ബഡ്ജറ്റും അതുപോലെ തന്നെ ചിത്രത്തിന്റെ ബ്രേക്ക് ഇവന്റ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം മൈത്രി മൂവീസ് നിർമ്മിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത് 700 കോടി രൂപയാണ്. അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള സിനിമ കൂടിയായി ഇതിനോടകം തന്നെ പുഷ്പ 2 മാറിയിരിക്കുകയാണ്. പുഷ്പ 1 ദ റൈസ് എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 300-400 കോടി റേഞ്ചിലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ പുഷ്പ 2 എന്ന സിനിമയ്ക്ക് അതിനേക്കാൾ ഇരട്ടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് 620 കോടി രൂപയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1240 കോടിക്ക് മുകളിൽ രൂപ നേടിയെങ്കിൽ മാത്രമേ ചിത്രം തിയേറ്ററുകളിൽ വിജയിക്കുകയുള്ളൂ. ബുക്കിംഗ് ട്രെൻഡ് അനുസരിച്ച് ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200-250 കോടി രൂപ നേടുമെന്ന് ഏകദേശം ഉറപ്പായ കാര്യം തന്നെയാണ്. നിലവിൽ 1240 കോടി രൂപ നേടണമെങ്കിൽ ചിത്രം ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ തന്നെ നേടണം. ചിത്രം ആ ഒരു വെർഡിക്റ്റും മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.